എന്തായാലും ഗവർണർക്കെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പാർട്ടി ഒന്നടങ്കം വിമർശനങ്ങളുമായി രംഗത്തിറങ്ങുന്നുണ്ട്. എം.വി. ഗോവിന്ദന്റെ വാക്കുകളിലേക്കാണ്. ഗവർണർ ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്നുവെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. ഗവർണർ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നു. RSSുമായി ചർച്ച ചെയ്ത നിലപാടുകൾ പറയുന്നു. കേരളത്തെ ഭയപ്പെടുത്തി കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കേണ്ട. കേരളത്തിൽ ക്രമസമാധാനം തകർന്നിട്ടില്ല എന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. അത് ഗവർണർ ഭരണഘടനാ വിരുദ്ധമായ രീതിയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭരണഘടനാ വിരുദ്ധമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവർണർ കേരളത്തിൽ വലിയ തകർച്ചയിലേക്കാണ് ക്രമസമാധാനം നീങ്ങുന്നത് എന്ന് പറയുന്നതിൽ എന്തടിസ്ഥാനമുള്ളത്? ഒരടിസ്ഥാനം ഇല്ലാതെ വായിക്ക് തോന്നിയത് വിളിച്ചു പറയുക എന്നുള്ളതാണ് ഗവർണർ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നിലപാട്. ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ആ സ്ഥാനത്തിൻ്റെ വലിപ്പം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ RSSൻ്റെ നേതൃത്വവുമായിട്ട് BJPയുടെ നേതൃത്വവുമായിട്ട് ചർച്ച ചെയ്ത് ആ ചർച്ച ചെയ്തതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പുറപ്പെടുവിക്കുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ ഗവർണർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ വളരെ അപകടകരമായ ഒരവസ്ഥ.